നമസ്കാരം. അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി ജമ്മു കശ്മീരിലുടനീളം അതീവ ജാഗ്രത തുടരുകയാണ്. സദാ ജാഗരൂകരായി സൈന്യം സജ്ജരാണ്. തീർത്ഥാടകർക്ക് പഴുതടച്ച സുരക്ഷയൊരുക്കി മികച്ച ക്രമീകരണങ്ങൾ സേന ഒരുക്കിയിട്ടുണ്ട്. മേഖലയിലെ തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ മുൻനിർത്തി അമർനാഥ് തീർത്ഥാടകരുടെ സുഖസഞ്ചാരത്തിനായി സൈന്യം ശക്തമായ കവചമാണ് തീർക്കുന്നത്. അമർനാഥ് തീർത്ഥാടകരെ ഉന്നം വെച്ച് ഭീകരർ പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ വേരോടെ പിഴുതെറിയാൻ സൈന്യം സജ്ജരാണ്. മേഖലയിൽ സൈനിക വിന്യാസം പൂർത്തിയായി. ഡോഗ് സ്ക്വാഡുകളും അതേപോലെ കൗണ്ടർ IED ഉപകരണങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു. അമർനാഥ് യാത്രയ്ക്ക് മുമ്പ് എല്ലാ റൂട്ടുകളും അണുവിമുക്തമാക്കി അനന്ത്നാഗിൽ സുരക്ഷാ മോക്ക് ഡ്രിൽ നടത്തി മികവുറ്റ നീക്കങ്ങളാണ് സൈന്യം നടത്തുന്നത്. തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അനിഷ്ട സംഭവങ്ങൾ തടയാൻ പ്രധാന ഹൈവേകളിലും അതേപോലെ സുപ്രധാന റോഡ് ലിങ്കുകളിലും അധിക സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചത്. സുരക്ഷിതമായ യാത്രയ്ക്കായി ബഹുതല സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഹൈവേയിൽ മാത്രമല്ല ഉൾറോഡുകളിലും സുരക്ഷ ശക്തമാണ്. SDRF, ജമ്മു കശ്മീർ പോലീസ്, NDRF, BSF, CRPF എന്നിവയുടെ 38 മൗണ്ടൻ റെസ്ക്യൂ ടീമുകളെ അമർനാഥ് യാത്ര 2024 വിന്യസിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഹൈവേകളിൽ നിരീക്ഷണത്തിനായിട്ട് ജമ്മു കശ്മീർ പോലീസ് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. സെൻസിറ്റീവ് പോയിന്റുകളിൽ നിരീക്ഷകരെയും അതേപോലെ തന്നെ QRT ടീമിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഈ വർഷം ദ്രുതപ്രതികരണ നടപടികൾക്കായി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിനെയും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിനെയും വിന്യസിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. അതേപോലെ തന്നെ യാത്രാ റൂട്ടുകളിലും ബേസ് ക്യാമ്പുകളിലും ഡ്രോൺ പ്രവർത്തനം പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. പകൽ സമയത്ത് സേനാംഗങ്ങൾ യാത്രാ റൂട്ടുകളിൽ 24 മണിക്കൂറും പട്രോളിംഗ് നടത്തും. 360-ഡിഗ്രി ക്യാമറ ഘടിപ്പിച്ച മൊബൈൽ ബങ്കർ വെഹിക്കിളുകളിൽ ഇതിനായി ഉപയോഗിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തീർത്ഥാടക വാഹനവും സിവിലിയൻ വാഹനങ്ങളുമായി ഇടപഴകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. എല്ലാ റൂട്ടുകളിലും തീർത്ഥാടക വാഹനങ്ങൾക്ക് കൃത്യമായ സമയമുണ്ടായിരിക്കും. അർദ്ധ സൈനിക വിഭാഗത്തിന്റെ വാഹനങ്ങൾ യാത്രാവാഹന വ്യൂഹങ്ങളെ ഇരു റൂട്ടുകളിലും അകമ്പടി സേവിക്കുകയും ചെയ്യും. ഡോഗ് സ്ക്വാഡുകൾക്ക് പുറമെ തീർത്ഥാടക വാഹനങ്ങളുടെ സുഗമമായ ചലനം ഉറപ്പാക്കാൻ കൗണ്ടർ IED ഉപകരണങ്ങൾ, വാഹന റിപ്പയർ റിക്കവറി ടീമുകൾ ഉപയോഗിക്കും. യാത്രക്കിടെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും വ്യോമ നിരീക്ഷണം നടത്തും. ജമ്മു ശ്രീനഗർ ഹൈവേയിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക ഡോഗ് സ്ക്വാഡിനെയും വിന്യസിച്ചിട്ടുണ്ട്. അമർനാഥ് യാത്രയിൽ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ല എന്നും തീർത്ഥാടകർ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരേ സ്വരത്തിൽ പറയുന്നത്. അനന്ത്നാഗ് പോലീസ് മറ്റ് സുരക്ഷാ സേനകളുമായി സഹകരിച്ച് പഹൽഗാം നാഷണൽ ഹൈവേ, അനന്ത്നാഗ് ടൗൺ ബേസ് ക്യാമ്പുകൾ എന്നിവയുൾപ്പെടെ അനന്ത്നാഗ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സമഗ്രമായ മോക്ക് ഡ്രില്ലുകൾ നടത്തിയിട്ടുണ്ട്. യാത്രയുടെ സുഗമവും സുരക്ഷിതവുമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ ഉത്തരവാദിത്തമുള്ള വിവിധ ഏജൻസികൾ തമ്മിലുള്ള തയ്യാറെടുപ്പും ഏകോപനവും വിലയിരുത്തുന്നതിനാണ് ഇത്തരം അഭ്യാസങ്ങൾ ലക്ഷ്യമിടുന്നത്. ആശയവിനിമയ സംവിധാനങ്ങളുടെ കാര്യക്ഷമത, അടിയന്തര പലായനം ചെയ്യൽ നടപടിക്രമങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളുടെ മൊത്തത്തിലുള്ള ഫലപ്രാപ്തി എന്നിവ പരിശോധിക്കുന്ന വ്യായാമങ്ങൾക്ക് മുതിർന്ന ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിച്ച് കൃത്യമായ മുന്നൊരുക്കങ്ങളാണ് നടത്തിയത്. തീവ്രവാദ വിരുദ്ധത, ക്രമസമാധാനം, IED വിരുദ്ധ പ്രോട്ടോകോളുകൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സുരക്ഷാ നടപടികളിലാണ് അഭ്യാസങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. യാത്രയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായ CAPF-മായും മറ്റ് ഏജൻസികളുമായും ശക്തമായ ഏകോപനം ഈ അഭ്യാസങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. എല്ലാ തീർത്ഥാടകർക്കും അവരുടെ സുരക്ഷയ്ക്കായി തങ്ങൾ പൂർണ്ണമായും സജ്ജരാണെന്നും സമർപ്പിതരാണെന്നും ഉറപ്പു നൽകുന്നുവെന്നാണ് അധികൃതർ അറിയിച്ചത്. നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ മുൻഗണന. സമാധാനപരവും വിജയകരവുമായ യാത്ര ഉറപ്പാക്കാൻ ഞങ്ങൾ അക്ഷീണം പ്രയത്നിക്കുകയാണെന്നാണ് ഉന്നതതല ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അതേപോലെ ജമ്മു മേഖലയിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ജമ്മു സോൺ അനന്ത് ജെയിൻ അമർനാഥ് യാത്ര 2024 സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വിപുലമായ അവലോകനവും നടത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ജവഹർ ടണൽ, ചന്ദൻകോട്ട്, യാത്രാനിവാസ് തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളും റൂട്ടിലെ മറ്റ് നിർണായക പോയിന്റുകളും അവലോകനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ സുരക്ഷാ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ ജാഗ്രതയുടെ ആവശ്യകത ഊന്നിപ്പറയുന്ന സെൻസിറ്റീവ് പോയിന്റുകളിൽ നിലയുറപ്പിച്ച ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. യാത്ര തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഭീഷണികൾ അദ്ദേഹം രേഖപ്പെടുത്തുകയും സുരക്ഷയുടെ ആവശ്യകത അടിവരയിടുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കശ്മീരിലേക്കും തിരിച്ചുമുള്ള യാത്രയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് കട്ട് ഓഫ് ടൈമുകൾ നടപ്പാക്കുന്നത് ഉറപ്പാക്കും. യാത്രയുടെ സുഗമമായ സഞ്ചാരത്തിന് കൂടുതൽ പോലീസിനെയും അതേപോലെ മറ്റ് ഉദ്യോഗസ്ഥരെയും വിന്യസിക്കും. അമർനാഥ് വാർഷിക തീർത്ഥാടനം ജൂൺ 29 ആരംഭിച്ച് ഓഗസ്റ്റ് 19 52 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. തെക്കൻ കശ്മീരിലെ അനന്ത്നാഗിലെ പഹൽഗാമിലൂടെയുള്ള പരമ്പരാഗത 48 കിലോമീറ്റർ പാതയിലൂടെയും മധ്യ കശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലെ 14 കിലോമീറ്റർ ചെറുതും എന്നാൽ കുത്തനെയുള്ളതുമായ ബാൽതാൽ വഴിയും
യാത്ര നടത്താം. എന്തായാലും അതീവ ജാഗ്രതയിലാണ് സൈന്യം. മേഖലയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തീവ്രവാദികളെ ഉന്നം വെച്ച് കൃത്യമായ മുന്നൊരുക്കങ്ങളാണ് സൈന്യം ഒരുക്കിയിട്ടുള്ളത്.